ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇന്നലെ സംഭവിച്ചൊരു കാര്യമാണ്. വേറെ ഒന്നുമല്ല. അതായത് നമ്മുടെ വൈഫൈ ക്യാമറ ഇപ്പോൾ STQC അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ CP+ൻ്റെ വൈഫൈ ക്യാമറ ആയിരുന്നു. പെട്ടെന്ന് ഓൺലൈനും ഓഫ്ലൈനും ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഓൺലൈനാവും ഓഫ്ലൈനാവും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് എന്താണ് എന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് അതിൻ്റെ വേറെ ഒന്നുമല്ല, അതായത് STQC അപ്രൂവ്ഡ് ആയപ്പോൾ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ മാത്രമല്ല, ഇനി ചിലവർ പറഞ്ഞിട്ടുണ്ട് ചില ക്യാമറകൾ വൈഫൈ ക്യാമറകൾ, ഞാൻ പറയുന്നത് വൈഫൈ ക്യാമറകളെ കുറിച്ചാണ്. വൈഫൈ ക്യാമറകൾ നമ്മുടെ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റുമായിട്ടുള്ള പെയറിംഗ് പോകുന്നു, അല്ലെങ്കിൽ കണക്റ്റ് ആകുന്നില്ല, ഇങ്ങനെ ഓഫ്ലൈൻ ഓൺലൈൻ പോകുന്നു എന്നൊക്കെ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കാരണമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. അത് മാറ്റിയാൽ തന്നെ ഒരു 90% പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവ് ആവും. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് നമ്മളുടെ വീട്ടിലുള്ള റൗട്ടർ, അതായത് ഇപ്പോൾ ഏഷ്യാൻ്റെ ആവാം, എയർടെലിൻ്റെ ആവാം, അല്ലെങ്കിൽ കേരള വിഷൻ ആവാം. ഇവിടെ ഒരു കേരള വിഷൻ ആയിരുന്നു. അപ്പോൾ ഈ റൗട്ടറുകളിൽ നമുക്ക് പല സെറ്റിങ്സും ഉണ്ട്. അതിനകത്ത് തന്നെ വൈഫൈ സെറ്റിങ്സിൽ വൈഫൈ സെക്യൂരിറ്റി ഉണ്ട്. വൈഫൈ സെക്യൂരിറ്റി തന്നെ വൈഫൈ സെക്യൂരിറ്റി എൻക്രിപ്ഷൻ ഉണ്ട്, വൈഫൈ സെക്യൂരിറ്റിയുടെ ലെവലുണ്ട്. അപ്പോൾ ഈ വൈഫൈ സെക്യൂരിറ്റി ലെവൽ അല്ലെങ്കിൽ വൈഫൈ സെക്യൂരിറ്റിയുടെ എൻക്രിപ്ഷൻ അത് നമ്മുടെ ലേറ്റസ്റ്റിലോട്ട്, അതായത് ഇത്തരം ക്യാമറകളൊക്കെ ഇപ്പോൾ വരുമ്പോൾ ലേറ്റസ്റ്റിലോട്ട് കിടന്നെങ്കിലാണ്, അതായത് പഴയ സെക്യൂരിറ്റി പാച്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റി പാച്ച് അല്ല, സെക്യൂരിറ്റി സ്റ്റാൻഡേർഡാണ് അതിൽ കിടക്കുന്നതെങ്കിൽ ഇതുമായിട്ട് പെയറായില്ല. അപ്പോൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് സ്ക്രീനിൽ കാണിക്കാം. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു നെറ്റ് ലിങ്ക് മോഡത്തിൻ്റെ ഒരു ONUവിൻ്റെ ഇൻ്റർഫേസാണത്. അതിനകത്ത് ഞാൻ മൊബൈലിൽ കയറിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഇപ്പോൾ GNXൻ്റെ ONU ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും PPC ആയാലും ഏതെങ്കിലും ആയാലും നിങ്ങൾക്കത് ആ ഒരു ONUവിൽ കയറണം. അതായത് ആ ഒരു കസ്റ്റമർ എൻഡിലുള്ള ആ ഒരു മോഡത്തിൻ്റെ ഉള്ളിൽ കയറണം. ONUയുടെ അഡ്മിൻ സെറ്റിങ്സിൽ കയറണം. അഡ്മിൻ സെറ്റിങ്സ് കയറാനായിട്ട് പാസ്വേഡ് വേണം. പാസ്വേഡ് നോർമലി GX മോഡത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പുറകിലുള്ള MAC നമ്പർ ആയിരിക്കും അതിൻ്റെ പാസ്വേഡ്. ഇൻ കേസ് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊവൈഡറിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞുതരും എന്താണ് ആ ഒരു ഇതിൽ അഡ്മിൻ പേജിൽ കയറാനുള്ള പാസ്വേഡ് എന്നുള്ളത്. അപ്പോൾ അത് കയറി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വൈഫൈ സെറ്റിങ്സ് ഉണ്ട്. വൈഫൈ സെറ്റിങ്സിൽ WLAN സെറ്റിങ്സിലായിരിക്കും നോർമലി കാണുന്നത്. അതായത് വയർലെസ് LAN സെറ്റിങ്സിൽ ഈ ഒരു ഓപ്ഷൻസ്, അതായത് വൈഫൈയുടെ സെക്യൂരിറ്റി ഓപ്ഷൻസിൽ വൈഫൈ സെക്യൂരിറ്റി ലെവൽ WPA ആണ് കിടക്കുന്നതെങ്കിൽ WPA, അതായത് സെക്യൂരിറ്റി ലെവൽ പറയുകയാണെങ്കിൽ WPA, WPA2, WPA3 വരെയുണ്ട്. PSK 3, WPA2, PSK, WPA2, PSK, WPA3 വരെയുണ്ട്. അപ്പോൾ PA3 മിക്കവാറും നോർമലി നിങ്ങളുടെ റൗട്ടറിൽ വരാൻ സാധ്യതയില്ല. ലേറ്റസ്റ്റുള്ള വൈഫൈ 6 റൗട്ടേഴ്സിലേക്കാണ് അത് കാണുന്നത്, അല്ലെങ്കിൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് WPA3 ഉണ്ടാവുള്ളൂ. എന്നാൽ തന്നെയും WPA2ഉം WPA2 PSK എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും ബാച്ച് ആ ഒരു സെക്യൂരിറ്റി ലെവൽ. ആ ഒരു സെക്യൂരിറ്റി മാറ്റി ഇപ്പോൾ WPAയിലാണ് കിടക്കുന്നതെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറകളൊക്കെ ആ WPA സെറ്റിങ്ങിൽ അത് ഓപ്പൺ ആയി വരുന്നു. എന്നാൽ അത് WPA2 എന്ന് പറഞ്ഞ ആ ഒരു വൈഫൈ സെക്യൂരിറ്റിയിലോട്ട് വരും. അപ്പോൾ വൈഫൈ സെറ്റിങ്സിൽ നമ്മൾ ആ ONUവിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു WLAN എന്ന് പറഞ്ഞ സെറ്റിങ്സിൽ വൈഫൈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലായിരിക്കും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുക. ഈ ഒരു സെക്യൂരിറ്റി പാച്ച് മാറ്റിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുക. അവിടെ WPA2 എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. WPA3 ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ WPA2 എങ്കിലും ആക്കിയിട്ട് നമ്മളതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ എൻക്രിപ്ഷനും മാറ്റുക. എൻക്രിപ്ഷൻ അറിയാം നിങ്ങൾക്ക്, ഒരു TKP ഉണ്ടാവും, അങ്ങനെ AES ഉണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് AESലോട്ട് മാറ്റുക. AES ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ. വൈഫൈ ഉപയോഗിക്കുന്ന വൈഫൈയുടെ ആ ഒരു എൻക്രിപ്ഷനിൽ ഏറ്റവും പുതിയത് AES എന്നുള്ള മെത്തേഡാണ്. അപ്പോൾ ഈ AESലോട്ടും മാറ്റുക. AESന് വേറൊരു ഗുണമുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഐഫോണിലൊക്കെ വീക്ക് സെക്യൂരിറ്റി കാണിക്കും. കാണിക്കുന്ന ആൾക്കൊരു എന്താണ് നിങ്ങളുടെ വൈഫൈ സെക്യൂരിറ്റി അല്ലെന്ന് ഐഫോൺ കാണിക്കുന്നു. പക്ഷേ അതൊന്നുമല്ല സംഭവം. ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AES ഇട്ടാൽ മാത്രമാണ് അത് സെക്യൂർഡ് ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വീക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഈ AES ഇടുന്നതോടുകൂടി ഈ ഐഫോണിലൊക്കെ ഇങ്ങനെ വീക്ക് സെക്യൂരിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അതും മാറും. AES ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം മാറിക്കോളും. അതായത് ഈ ഒരു WPA2 ഇടാം, അതുപോലെ തന്നെ എൻക്രിപ്ഷനിൽ AES എന്ന് പറഞ്ഞ സെറ്റിങ്സ് കൂടി കൊടുക്കുക. അപ്പോൾ തന്നെ ഈ ക്യാമറകൾ കണക്റ്റ് ആവാത്തുള്ള, അതൊരു ക്യാമറ മാത്രമല്ല കേട്ടോ, ഈ IoT ഡിവൈസുകൾ, ഇൻ്റർനെറ്റ് ഓഫ് തിങ് ഡിവൈസുകളായിട്ടുള്ള പല ഓട്ടോമേഷൻ ഡിവൈസുകളുണ്ടല്ലോ, അതൊക്കെ കണക്റ്റ് ആവാത്ത ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാവാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ എടുക്കുമ്പോൾ പഴയ സെക്യൂരിറ്റി പാച്ചിലുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡിലുള്ള വൈഫൈ സെറ്റിങ്സ് ആണ് നമ്മുടെ റൗട്ടറിൽ അല്ലെങ്കിൽ ONUവിൽ കിടക്കുന്നതെങ്കിൽ അതുമായിട്ടുള്ള പെയറിങ് നടക്കില്ല, വൈഫൈയുടെ പെയറിങ് നടക്കില്ല. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റിലൊക്കെ ഈ പഴയ സെക്യൂരിറ്റി പാച്ച് ഒന്നും എടുക്കണില്ല. എല്ലാവരും പുതിയതാക്കും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള WPA3യും എൻക്രിപ്ഷനിലെ AES ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സെറ്റിങ്സ് മാറ്റി കൊടുക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനായിട്ട് മെയിനായിട്ട് ഈ മോഡത്തിൽ അല്ലെങ്കിൽ ONUവിൽ
കയറാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ONU എങ്ങനെ കയറാം, അല്ലെങ്കിൽ മോഡത്തിൽ എങ്ങനെ കയറാം, അതിൻ്റെ പാസ്വേഡ് എവിടെ നിന്ന് കിട്ടും, പാസ്വേഡ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. പാസ്വേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലതിലൊക്കെ അതിൻ്റെ പുറകിലുള്ള മാക് നമ്പർ ആയിരിക്കും. GNSSലൊക്കെ അങ്ങനെയാണ് നോർമലി വരുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവരൊന്ന് വിളിച്ചു പറഞ്ഞാൽ അവർ പറഞ്ഞു തരും ഏതാണ് അതിൻ്റെ മാക് ID, ഏതാണ് അതിൻ്റെ പാസ്വേഡ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.